പൾസ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഒമിക്രോണിൻ്റെ തരംഗമാണ്. ഡെൽറ്റ പൂർണ്ണമായിട്ടും പോയിട്ടില്ല. എന്നിരുന്നാലും ഒമിക്രോൺ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. മുതിർന്നവരിൽ കോവിഡ് വരുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ കാഠിന്യം കുറവാണെന്ന് ആശ്വസിച്ചിരിക്കെ എല്ലാവരെയും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത, കുട്ടികളിലെ കോവിഡ് വളരെ കൂടിയിട്ടുണ്ടെന്നും വൈരുദ്ധ്യപരമായി തന്നെ പലയിടത്തു നിന്നും അതിൻ്റെ കാഠിന്യം കൂടിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? നമ്മൾ ശരിക്കും ആശങ്കപ്പെടേണ്ടതുണ്ടോ? ഒമിക്രോൺ വന്നപ്പോൾ മറ്റ് മുമ്പുണ്ടായിരുന്ന വൈറസ് വകഭേദങ്ങളെക്കാട്ടിലും കൂടുതൽ വേഗത്തിൽ പടർന്നു പിടിക്കുകയും അത് കാരണം ഒരുപാട് രോഗികളെ സൃഷ്ടിക്കുകയും ചെയ്തു ഈ വൈറസ് വകഭേദം. അതുകൊണ്ട് തന്നെ നമ്മളൊരു ആബ്സല്യൂട്ട് നമ്പർ, ഒരു എത്ര പേർ എന്നൊരു കണക്ക് നോക്കുകയാണെങ്കിൽ പല മടങ്ങ് കോവിഡ് രോഗികൾ മുമ്പത്തെക്കാട്ടിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആനുപാതികമായി കുട്ടികളിലും കോവിഡിൻ്റെ തോത് വളരെ കൂടുതലാണ്. മറ്റ് വകഭേദങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4 മടങ്ങ് വരെ കോവിഡ് രോഗം കുട്ടികളിൽ ഈ പ്രാവശ്യം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കോവിഡിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഈ വകഭേദത്തിൽ മുമ്പത്തെക്കാട്ടിലും ഏകദേശം ഒരു 10-15% കുട്ടികൾക്ക് മാത്രമേ ഈ രുചിക്കുറവ് മുതലായ ലക്ഷണങ്ങളുള്ളൂ. നേരത്തെ ഡെൽറ്റ വകഭേദത്തിൽ ഈ രുചിയില്ലായ്മയും മണം കിട്ടുന്നില്ല എന്നുള്ള പരാതി കുറച്ചുകൂടെ കൂടുതലായിരുന്നു. ഇത് കൂടാതെ ഈ വകഭേദത്തിൽ ശക്തമായ പനി, മുമ്പത്തെക്കാട്ടിലും കുറച്ചുകൂടെ കാഠിന്യമേറിയ പനി കാണപ്പെടുന്നുണ്ട്. അതുകൂടാതെ തൊണ്ടവേദന, ഛർദിൽ, വയറുവേദന മുതലായ ലക്ഷണങ്ങളും കണ്ടുവരുന്നുണ്ട്. ചില കുട്ടികൾക്ക് പനി വരുമ്പോൾ ജന്നി വരാൻ സാധ്യതയുള്ള കുട്ടികളുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ചൂടിൻ്റെ കാഠിന്യം കൂടുതലായതുകൊണ്ട് തന്നെ ചൂടോടുകൂടി ജന്നി വരുന്നത് അഥവാ ഫെബ്രൈൽ സീഷറും ഈ പ്രാവശ്യത്തെ വകഭേദത്തിൽ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. വേറൊരു വ്യത്യസ്തമായൊരു രോഗലക്ഷണം ക്രൂപ്പ്, അതായത് നമ്മുടെ ശ്വാസനാളത്തിൻ്റെ തുടക്കത്തിലുള്ള ഭാഗങ്ങളിൽ നീര് വരികയും ഒരു പ്രത്യേകതരം ശബ്ദത്തോടെ ചുമക്കുകയും, ഒരു ബാർക്കിംഗ് കോഫ് എന്ന് പറയും, അതിലൂടെ വരുന്ന ക്രൂപ്പ് എന്ന രോഗലക്ഷണവും ഈ പ്രാവശ്യം കുട്ടികളിൽ കൂടുതലാണ്. അതുപോലെ തന്നെ ആസ്മ അസുഖം ഉള്ള കുട്ടികൾക്ക് അതിൻ്റെ ഒരു കാഠിന്യം കൂടുകയും ഒരു ആസ്മാറ്റിക് എക്സാസർബേഷൻ എന്ന് നമ്മൾ പറയുന്ന ഒരവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതയും കണ്ടുവരുന്നുണ്ട്. രണ്ടാമതായിട്ട് ചികിത്സ. ഇപ്പോൾ കൂടുതലും ഡൊമിസിലറി, അതായത് ഗൃഹപരിചരണത്തിലൂന്നിയാണ് ഇപ്പോൾ പല മാർഗരേഖകളും പറയുന്നത്. കാരണം പല രോഗലക്ഷണങ്ങളും നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചികിത്സിക്കാം എന്നുള്ള ഒരു അറിവിൽ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഗൃഹപരിചരണത്തിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ചൂട് കുറയാനായിട്ട് നിർദ്ദേശിക്കപ്പെട്ട മരുന്ന് പാരസ്റ്റമോളാണ്. അതിൻ്റെ ഡോസ് 10 മുതൽ 15 മില്ലിഗ്രാം പെർ കിലോഗ്രാം. 1 കിലോ ഉള്ള കുട്ടിക്ക് 10 മുതൽ 15 മില്ലിഗ്രാം ഓരോ ഡോസിനും ഈ അളവിൽ കൊടുക്കാം. അങ്ങനെ ഒരു ദിവസം ഏകദേശം 4 തവണ വരെ. അപ്പോൾ ഒരു 12 കിലോ ഉള്ള കുട്ടിക്കാണെങ്കിൽ ഏകദേശം ഈ കണക്കനുസരിച്ച് ഒരു 120 മില്ലിഗ്രാം വേണം. ഗവൺമെൻറ് ആശുപത്രിയിൽ സപ്ലൈ ചെയ്യുന്ന പാരസ്റ്റമോൾ 5 ml 125 മില്ലിഗ്രാം ഉണ്ടെന്നുള്ള കണക്കിൽ ഏകദേശം ഓരോ 6 മണിക്കൂർ ഇടവിട്ട് 5 ml കൊടുക്കാം. പല രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കടുത്ത ചൂട് ചിലപ്പോൾ പാരസ്റ്റമോൾ കൊടുക്കുമ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന് തോന്നിയേക്കാം. ആ ഒരു അവസരത്തിൽ മറ്റു മരുന്നുകൾ, ഒരു സ്വയം ചികിത്സ എന്ന രീതിയിൽ മറ്റു മരുന്നുകളിലേക്ക് പോകാനൊരു ത്വര മാതാപിതാക്കൾക്ക് ഉണ്ടായേക്കാം. അപ്പോൾ സാധാരണഗതിയിൽ പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന മരുന്ന് മെഫ്റ്റാലാണ്. പക്ഷേ ഇതിനൊക്കെ ചില പാർശ്വഫലങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഒരു നിർജ്ജലീകരണം വന്നിരിക്കുന്ന അവസരത്തിൽ മെഫ്റ്റാൽ ഗ്രൂപ്പിലുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ കിഡ്നിക്ക്, വൃക്കകൾക്ക് ചെറിയ തകരാർ വരാനൊരു സാധ്യതയുണ്ട്. പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയാനും അങ്ങനെ റിസ്ക് ഉണ്ട്. അപ്പോൾ പാരസ്റ്റമോൾ കഴിഞ്ഞാൽ അടുത്ത നമുക്ക് സേഫായിട്ട് കൊടുക്കാവുന്ന ഒരു മരുന്ന് ഇബുപ്രോഫൻ ആയിരിക്കും. നമുക്ക് ഇബുജെസിക് പ്ലസ് എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡിൽ കോമ്പിനേഷനിൽ പാരസ്റ്റമോൾ ഉൾപ്പെടെ വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും കഴിവതും പാരസ്റ്റമോൾ തന്നെ കൊടുക്കുക. ചൂട് കുറയാൻ തുണി നനച്ച് ശരീരമൊക്കെ തുടയ്ക്കുക. ഇളം ചൂടുള്ള വെള്ളത്തിൽ തുണി മുക്കി നനച്ച് തുടയ്ക്കാം. അങ്ങനെ ടെപ്പിഡ് സ്പോഞ്ചിങ്ങും പാരസ്റ്റമോളും മാത്രം പനി കുറയാൻ മതിയാകും. ഇത് കൂടാതെ നിർജ്ജലീകരണം തടയാനായിട്ട് കൃത്യമായ ഇടവേളയിൽ ഭക്ഷണവും, നല്ല ഭക്ഷണവും, പോഷകാഹാരമുള്ള നല്ല ഭക്ഷണവും, ആവശ്യത്തിന് വെള്ളവും കൊടുക്കുക.
അപ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം കൊടുക്കാം. ORS ലായനി വളരെ ഉത്തമമാണ്. മുലയൂട്ടുന്ന അല്ലെങ്കിൽ മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികളെ മുലയൂട്ടുന്നത് തുടരുക തന്നെ വേണം. പലപ്പോഴും വിശപ്പ് കാണത്തില്ല. അപ്പോൾ ആ ഒരു അവസരത്തിൽ അളവ് കുറച്ച് തവണ കൂട്ടി നമുക്ക് കൊടുക്കേണ്ടി വരും. അതായത് ഒരു ഫ്രീക്വൻറ്റ് ഫീഡിങ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഓരോ അവസരത്തിലും കഴിക്കുന്നതിൻ്റെ അളവ് കുറവായിരിക്കും, പക്ഷെ പല തവണയാകുമ്പോൾ കുട്ടിക്ക് കിട്ടേണ്ട ആവശ്യത്തിനുള്ള ഭക്ഷണം ചെല്ലും. അതുകൂടാതെ സ്ഥിരമായിട്ട് എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും പനിയുടെ മറ്റ് പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ പനി കുറയുന്നില്ല എന്നുള്ള കാരണത്തിൽ ഓവർ ഡോസ് കൊടുത്തു പോകാതിരിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഭക്ഷണത്തിനെ പറ്റി പറഞ്ഞു. നാലാമത് ഡേഞ്ചർ സൈൻസ്, അതായത് എന്താണ് നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ രോഗലക്ഷണം കാണുമ്പോൾ ഒരു അപായ സൂചനയെ കണക്കാക്കി ആശുപത്രിയിലേക്ക് പോകണം. ഒന്ന്, അമിതമായ ക്ഷീണം. അമിതമായ ക്ഷീണം ഒരു അപായ സൂചനയാണ്. അതുകൂടാതെ മൂത്രത്തിൻ്റെ അളവ് വളരെ കുറവാണ്. ഒരു 6 മണിക്കൂറായിട്ട് മൂത്രം ഒഴിക്കുന്നില്ല. ഭക്ഷണം കഴിക്കുന്നതൊക്കെ തീരെ കുറവാണ്. പിന്നെ ഓൾട്ടേർഡ് സെൻസോറി, അതായത് സുബോധത്തോടു കൂടി പെരുമാറുന്നു, പഴയ രീതിയിലുള്ള ഒരു പെരുമാറാതിരിക്കുക, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക. അതുകൂടാതെ ന്യൂമോണിയ എന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ശ്വാസഗതി സാധാരണയിൽ കവിഞ്ഞ് കൂടുക. സാധാരണ 2 മാസത്തിൽ താഴെ ഉള്ളവർക്ക് 60-ൽ കൂടുതലും, 1 വയസ്സ് വരെ ഉള്ളവർക്ക് 50-ൽ കൂടുതലും, അതിൽ കൂടുതൽ പ്രായമുള്ളവർക്ക് ഏകദേശം 40-ൽ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അപായ സൂചനയായിട്ട് കണക്കാക്കണം. ശ്വാസഗതി അതിൽ കൂടുകയാണെങ്കിൽ. അതിനോടൊപ്പം തന്നെ പലപ്പോഴും നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് വലിയുകയും മുക്കുന്ന മാതിരിയുള്ളൊരു ശബ്ദം വരിക, ഇതൊക്കെ അപായ സൂചനയാണ്. അതുകൂടാതെ പനിയുള്ളപ്പോൾ തീർച്ചയായിട്ടും കൈകാലുകൾ തണുത്ത് തന്നെ ഇരിക്കും. എന്നിരുന്നാലും തുടർച്ചയായി കൈകാലുകൾ തണുത്ത് മരവിച്ചിരിക്കുക, മൂത്രം ഒട്ടുമേ പോകാതിരിക്കുക, ഇതൊക്കെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെയോ ഒരു അടുത്തുള്ള ഒരു ആരോഗ്യ പ്രവർത്തകരുടെ അടുത്തേക്ക് കുട്ടി എത്തിക്കേണ്ട ആവശ്യകത ഊന്നുന്ന അപായ സൂചനകളാണ്. ഇനി 5, നമ്മൾ കോവിഡ് കാരണം കുട്ടികളിലൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് വളരെ ശതമാനം വെച്ച് നോക്കുകയാണെങ്കിൽ കുറവായിരിക്കും. എന്നാൽ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കോംപ്ലിക്കേഷൻ മിസ്ക് അല്ലെങ്കിൽ മിസ്-സി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോമാണ്. അതൊരു കോവിഡാനന്തര കോംപ്ലിക്കേഷനാണ്. അപ്പോൾ അത് കോവിഡ് വരുമ്പോൾ അതിനോടൊപ്പം വരാം, അല്ലെങ്കിൽ പലപ്പോഴും ഒരു 1-2 മാസത്തിന് ശേഷമായിരിക്കും അത് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ കോവിഡ് വന്ന കുട്ടികളിൽ ഈ പറഞ്ഞ കാലയളവിന് ശേഷം ശക്തമായ പനി, ശരീരത്തിൽ ചുവന്ന തടിച്ച് പാട്, കണ്ണ് ചുവന്ന് തടിക്കുക, ഒപ്പം ഛർദിൽ, ശക്തമായ വയറുവേദന, വയറിളക്കം എന്നീ കാണുകയാണെങ്കിൽ ഈ ഒരു അസുഖം നമ്മുടെ മനസ്സിൽ വേണം. എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം. കാരണം കൃത്യമായ ചികിത്സ, ഈ അസുഖം കണ്ടുപിടിച്ച് കൃത്യമായ ചികിത്സ കിട്ടുകയാണെങ്കിൽ നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന അസുഖമാണ്. അതേസമയം ചികിത്സ വൈകിയാൽ വളരെ ചുരുങ്ങിയ ശതമാനം കുട്ടികൾ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി 6-മതായിട്ട് കോവിഡ് വാക്സിൻ. ഇപ്പോൾ കോവിഡ് വാക്സിൻ ഇപ്പോൾ 15 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇപ്പോൾ ഗവൺമെൻറ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വരെ കോവിഡ് വാക്സിൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇതെടുക്കണമോ വേണ്ടയോ? കാരണം കോവിഡ് ഇത്ര സീരിയസ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒരു അസുഖം അല്ലെങ്കിൽ കോവിഡ് വാക്സിൻ എടുക്കാതിരുന്നുകൂടെ എന്ന് ചോദിക്കാം. പക്ഷേ പല പഠനങ്ങളും വാക്സിൻ്റെ പല mRNA ഉൾപ്പെടെ പലതരം വാക്സിനുകൾ ലോകത്തെമ്പാടും ലഭ്യമാണ്. അതിൽ പല വാക്സിനുകളിൽ നടത്തിയ പഠനത്തിൽ കോവിഡ് വാക്സിൻ എടുക്കുന്നവരിൽ ഒരു ആശുപത്രിവാസം വേണ്ടി വരികയും കോംപ്ലിക്കേഷൻ്റെ റിസ്ക് കുറവാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ക്രോണിക് ഡിസീസ്, ദീർഘനാളായി അസുഖം ഉള്ള കുട്ടികൾ, പ്രത്യേകിച്ച് തലച്ചോറിനെ ബാധിക്കുന്ന സെറിബ്രൽ പാൽസി മുതലായ അസുഖങ്ങളുള്ള കുട്ടികളിൽ കോംപ്ലിക്കേഷൻസിൻ്റെ തോത് കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് ഈ വാക്സിനുകൾ തീർച്ചയായിട്ടും ഗുണം ചെയ്യും. എല്ലാവരും എടുക്കണം. ഇങ്ങനെയുള്ള ഈ പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ട രോഗികൾ അല്ലെങ്കിൽ ഈ അസുഖമുള്ള കുട്ടികൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് വാക്സിൻ തീർച്ചയായിട്ടും നമ്മൾ എടുക്കണം. 7-മതായിട്ട് നമ്മൾ സംസാരിക്കുന്നത് പ്രതിരോധം, അല്ലെങ്കിൽ ഇതെങ്ങനെ തടയാം, അതാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾ സ്വന്തമായിട്ട് അങ്ങനെ പുറത്തിറങ്ങി പോകുന്നില്ല. അപ്പോൾ അവർക്ക് ഈ കോവിഡ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു സോഴ്സ് എവിടെ നിന്നായിരിക്കും കിട്ടുന്നത്? പലപ്പോഴും വീട്ടിലുള്ളവർ പുറത്ത് പോയിട്ട് വരുമ്പോഴായിരിക്കും ഈ കോവിഡ് വൈറസിൻ്റെ വാഹകരായി വീട്ടിൽ വരികയും കുട്ടികൾ കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മുതിർന്നവർ പുറത്തു പോകുമ്പോൾ
SMS നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കൃത്യമായ സാമൂഹിക അകലം പാലിക്കണം, മാസ്ക് ധരിക്കണം, സാനിറ്റൈസർ ഉപയോഗിക്കണം. അതുകൂടാതെ വാക്സിനും അതിൻ്റെ ബൂസ്റ്ററും മുതിർന്നവരെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം മുതിർന്നവരിൽ കോവിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് കോവിഡ് വൈറസ് കൊണ്ടുവരുന്ന കുറഞ്ഞ് കുട്ടികളെയും ഒരു പരിധിവരെ നമുക്ക് സംരക്ഷിക്കാനാകും. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ കാണാം കുട്ടികൾക്ക് മാസ്ക് വെക്കാറില്ല. തീരെ ചെറിയ കുട്ടികൾക്ക് മാസ്ക് വെക്കേണ്ടെങ്കിൽ കൂടും നമുക്ക് ആവശ്യമില്ലാത്ത ഒരാൾക്കൂട്ടത്തിലേക്ക് കഴിവതും കുട്ടികളെ കൊണ്ടുപോകാതിരിക്കുക. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. വരും എപ്പിസോഡിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മിസ്ക് അല്ലെങ്കിൽ മിസ്സിയെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ ചാറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.